ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കട്ടകളൊന്നും ഇല്ലാതെ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ സമയത്ത് നമ്മുടെ സാബൂനരി ഉണ്ടല്ലോ, അതായത് ചൊവ്വരി പറഞ്ഞത്, അത് വെള്ളത്തിലൊന്ന് കുതിർത്താൻ വെക്കുക. എന്നിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കുക. സാബൂനരി വേറൊരു പാത്രത്തിൽ നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി സാബൂനരി മാത്രം ഒരു അരിപ്പയിലൊന്ന് അരിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഈ പാത്രം ജസ്റ്റ് നമ്മൾ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഈ റവ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ റോസ്റ്റ് പഴം ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതൊന്ന് ഈ റവയും പഴവും ഒന്ന് കുറുക്കിയെടുക്കുക. അങ്ങനെ കുറുക്കിയെടുത്തതാണ് കേട്ടോ. തണുത്തതിന് ശേഷമാണ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒന്ന് സ്കിപ്പായി പോയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് കുറച്ചിട്ട് കൊടുക്കുക. അതേപോലെ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായൻ്റെ 2 കുരു ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അതില്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് കുറച്ച് ലേശം മാത്രം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 5-6 ഈത്തപ്പയാണ് ചെറുതാക്കി കട്ട് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വാനില എസൻസോ ഏലക്കാപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അത് ഓപ്ഷനാണ്. ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടിയാൽ മതി. എന്നിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കാൻ നോക്കുക. ഈത്തപ്പഴം ആദ്യം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണെന്നുണ്ടെങ്കിൽ കട്ടൊന്നും ഉണ്ടാവില്ല. മുഴുവനായിട്ട് ഈത്തപ്പഴം അരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ ഞാനിതാ അതിലേക്ക് നമ്മുടെ സാബൂനരി തിളപ്പിച്ചത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ആ സാബൂനരി മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. ഓപ്ഷനലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാനായിട്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഈ ചൂടത്ത് ഇപ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റവ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലവണ്ണം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച് കാരണം നമ്മൾ കുടിക്കുകയാണെങ്കിൽ എത്ര നമ്മൾ കുടിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.